ഹലോ ഗൈസ്, ഇന്നൊരു ചുരിദാറിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് നോക്കാൻ പോകുന്നത്. ഇന്നൊരു അളവ് ചുരിദാറിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് കട്ടിങ് സ്റ്റിച്ചിങ് ചുരിദാറിൻ്റെ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇതായിരുന്നു ചുരിദാറിൻ്റെ ഫാബ്രിക്. ആദ്യം തന്നെ നമുക്ക് അളവ് ചുരിദാർ നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് അഴുക്ക് വശം ഇതുപോലെ വെളിയിലോട്ട് വരുത്തക്കാണ് വെച്ചിട്ട് ഇതുപോലെ ലൈനിങ്ങിൻ്റെ പുറത്തിട്ട് നമുക്കിതുപോലെ മാർക്ക് ചെയ്യാം. ആദ്യം ഷോൾഡർ, പിന്നെ കഴുത്തകലം, പിന്നെ കൈക്കുഴി പോയിൻ്റ് അതിത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് നമുക്കൊരു ടേപ്പ് ഉപയോഗിച്ച് അതെത്രയാണോ ഇറക്കം വരുന്നത് അളവിൻ്റെ തുണിയിൽ നിന്ന് അതെത്ര ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെരിച്ച് ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് ചെരിച്ച് ഇതുപോലെ ഒരു പോയിൻ്റൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലെ കൈക്കുഴിയുടെ അവിടെ നമുക്ക് ഒരു 1/4 ഇഞ്ചും കൂടെ ഇറക്കി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം സീമിങ് അലവൻസിൻ്റെ തുണി ഉൾപ്പെടെ നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് ഇപ്പം മറിച്ച് നമ്മൾ അടിച്ച് വെച്ചേക്കുന്നത് നമുക്ക് തുണിയിൽ വേണമല്ലോ, അതിന് വേണ്ടി ആ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെ ആവശ്യമുള്ള ഇറക്കം നമ്മളിതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മളിതുപോലെ കട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിലെ ഇതുപോലെ ചുരിദാറിൻ്റെ പീസിൽ ഫ്രണ്ടിലും നമ്മൾക്കിതുപോലെ ആ പീസ് ബാക്കിലെ പീസ് മാറ്റിയിട്ട് ഫ്രണ്ടിലെ പീസിൽ നമുക്ക് കൈക്കുഴി 4 ഇഞ്ച് ഇറക്കി വെട്ടിയത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൻ ക്ലോത്തിൻ്റെ പുറത്ത് ഈ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് അതേ മെഷർമെൻറ്റ്സ് തന്നെ നമുക്ക് വെട്ടിയെടുക്കാം. ലൈനിങ്ങിനെക്കാട്ടിലും അല്പം നീളം കൂടുതൽ വേണം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഇറക്കം വരാൻ. നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ കട്ടിങ് നോക്കാം. അതിന് വേണ്ടി നമ്മുടെ അളവ് തുണിയിൽ നിന്ന് എത്ര ഇറക്കം വേണമെന്ന് നമുക്ക് നോക്കാം. 6 ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത്. അപ്പം നമ്മൾ സീമിങ് അലവൻസും കൂടെ ചേർത്തിട്ട് 7 ഇഞ്ച് നമ്മൾ ഇറക്കത്തിൽ ഇതുപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഇനി അവിടെ നിന്ന് കൈക്കുഴി നമുക്ക് നേരത്തെ കിട്ടിയത് 6 ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 4.5 ഇഞ്ചും കൂടെ പ്ലസ് മാർക്ക് ചെയ്തിട്ട്
നമുക്ക് താഴോട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യണം. അവിടെ നിന്ന് 2.5 ഇഞ്ച് സൈഡിലോട്ടും കൂടെ മാർക്ക് ചെയ്തിട്ട് ഒരു കേർവ് പോലെ നമ്മളിതുപോലെ വരച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ കൈയുടെ ഇങ്ങനെയാണ് നമ്മൾ കൈ വെട്ടുന്നത്. ഇനി എത്രയാണ് കൈയുടെ വണ്ണം എന്ന് നോക്കിയിട്ട് അത് നമ്മൾ അളവ് തുണിയിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയാണ് കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അതിന് വേണ്ടി നമുക്ക് ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഇതുപോലെ മടക്കി ഇട്ടിട്ട് കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് ഇതുപോലെ ഒരു ചെറിയൊരു നോട്ട് പോലെ ഇതുപോലെ ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും പിന്നെ ക്യാൻവാസിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ നമ്മൾ ഇതുപോലെ നേരത്തെ തന്നെ നമുക്ക് തയ്ച്ചിട്ട് അതിൻ്റെ സെൻറ്ററും ഈ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററും തമ്മിൽ യോജിപ്പിച്ചിട്ട് ഇതുപോലെ പിൻ വെച്ച് കുത്തി കൊടുക്കുക. എന്നിട്ട് ബാക്ക് സൈഡിൽ ഞാൻ റൗണ്ട് കഴുത്താണ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ ഒരു സ്ക്വയറും പിന്നെ ഒരു വി പോലെ അത് നമുക്കിതുപോലെ തയ്ച്ച് കൊടുത്ത് മെയിൻ ക്ലോത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതുപോലെ എക്സസ് ഉള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കാം ജോയിൻറ്റിൻ്റെ അവിടെ. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇനി കൈത്തയ്യിൽ വെച്ചിട്ടാണ് കഴുത്ത് ബാക്ക് സൈഡ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഷോൾഡർ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ നല്ല വശം രണ്ടിൻ്റെയും ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലൈനിങ് നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു സൈഡിൽ ലൈനിങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ അവിടെ കൂടെ നമുക്ക് തയ്ച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ പിൻ ചെയ്താണ് കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കൂടെ തയ്ച്ചിട്ട് അല്ലെങ്കിൽ പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒട്ടും തന്നെ തയ്യലോ ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് നല്ല ഷോൾഡർ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ രണ്ട് ഷോൾഡറിൻ്റെ നമുക്കിതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കൈ നമുക്ക് ചുരിദാറിൽ തയ്ച്ച് കൊടുക്കാം. അതിന് ശേഷം ശരിക്കുമുള്ള അളവ് തുണി നല്ല വശം ഇട്ടിട്ട് നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്നത് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ അളവ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് അടിച്ചു കൊടുക്കാം. ഈ സ്ലിറ്റിൻ്റെ അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ വരെയാണ് നമ്മൾ ഷേപ്പ് അടിക്കുന്നത്. അതിന് ശേഷം നമ്മൾ സ്ലിറ്റ് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ രണ്ട് വശത്ത് നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് അടിച്ചു കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് സ്ലിറ്റും കൂടെ അടിച്ചു കൊടുക്കാം.
സ്ലിറ്റ് അടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യാം. അതിനുശേഷം ചുരിദാറിൻ്റെ അടിയും കൂടെ നമുക്കിതുപോലെ മറിച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഇതാണ് തയ്ച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.